അപ്പോഴേ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ചാടിയൊക്കെ വന്ന് എന്താണ് പരിപാടി എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു വൈൻ ഇട്ട് ആ വൈൻ എടുക്കണ്ടേ അപ്പൊ നമുക്ക് വൈൻ എടുക്കാൻ പോവാം. വാ 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 പെട്ടെന്ന്. അപ്പോഴേ ഇതായിരിക്കാണ് നമ്മൾ അന്ന് മൂടിക്കെട്ടി പൊതിഞ്ഞിട്ടേക്ക് വെച്ച സാധനം പട്ടേ മിണ്ടത്. അതിനെല്ലാം നമ്മൾ കെട്ടൊക്കെ ഔത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുപ്പി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. 3 എണ്ണം അരിപ്പുണ്ട്. എത്ര എണ്ണത്തിനകത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അരിപ്പ് ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ അകലമുള്ള തോർത്ത് 2 എണ്ണം. ഒരെണ്ണത്തിന് 2 ആക്കിയതാണ്. വെളിയിൽ ആരും പറയരുത്, ഒരെണ്ണമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇതിനെ നമുക്ക് അരിച്ച് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സൂക്ഷിച്ചൊഴിക്കണം. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്, ഒന്നും കളയരുത്. ഇത് അരിച്ചെടുക്കുന്നത് കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ചെറിയ മട്ട് പോലും അതിൽ പിടിക്കും, തോർത്തിൽ പിടിക്കും. അപ്പോൾ ഇത് പുതിയ തോർത്ത് അലക്കിയതാണ്. നല്ലവണ്ണം ഉണക്കി ഡ്രൈ ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണത്. ഒരു ശകലം പോലും ഈർപ്പമില്ലാതെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. സോപ്പ് പൊടി ഒന്നിട്ട് കഴുകിയതല്ല, ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് ഈ തോർത്ത്. ഞാൻ പറഞ്ഞില്ല, നല്ല ക്ഷമ വേണം. ഇതിങ്ങനെ പയ്യെ ഇളക്കി 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 ഈ ഒരു മട്ടെല്ലാം തോർത്തിൽ പിടിച്ച് ഈ വൈൻ മാത്രം ഫിൽറ്റർ ചെയ്ത് അകത്തോട്ട് പോകത്തക്ക രീതിയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. ക്ഷമയുടെ നെല്ലിപ്പല കാണും കേട്ടോ. ക്ഷമിച്ചേ പറ്റുള്ളൂ, കാരണം ക്ഷമിച്ചാലും നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അന്ന് വീഡിയോ 41 ദിവസം കഴിഞ്ഞ അടുത്ത വീഡിയോ വരുമെന്നായിരുന്നു പറഞ്ഞത്. കുറച്ച് ഡിലേ വന്നു. വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല. പഴകും തോറും വീര്യം കൂടും. പിന്നെ വെളിയിൽ ആർക്കും കൊടുക്കാനൊന്നുമില്ല കേട്ടോ, അതിന് വേണ്ടൊന്നിട്ടില്ല. അപ്പൊ നമ്മളെ മുന്തിരിയുടെ കൊത്തും ഗോതമ്പും എല്ലാം കയറി വന്നു തുടങ്ങി. ഇപ്പൊ ഒരിക്കലും ലുക്കൊന്ന് നോക്കിക്കളയായിരുന്നു. ഇതൊന്ന് സെറ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഈ മട്ടൊക്കെ ഒന്ന് അടിഞ്ഞ് സെറ്റ് ആയാലേ എൻ്റെ ഒരു ക്ലിയർ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ ലാസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. നിന്ന് പണ്ടാരം തുടങ്ങിയെന്ന്, അതുകൊണ്ട് ഇരുന്നെടുക്കുകയാണ്. പിന്നെ കിടന്നെടുത്ത ഷോട്ട് വരുമോ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞൂടാ. എന്തായാലും കുറച്ചേരം ഇനി ഇരുന്നളക്കാം. മക്കളെ ഊപ്പാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ഷമ പഠിപ്പിക്കൂ, പഠിച്ചേ പറ്റൂ. പിന്നെ എൻ്റെ മട്ട ഞാൻ പിഴിഞ്ഞെടുക്കാറില്ല, മട്ട കളയാറാണ് പതിവ്. ഈ ഒരു കണ്ടില്ലേ, ഇപ്പോൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും കുറച്ച് കിട്ടും, അതാവശ്യമില്ല. കാരണം വീണ്ടും അതിനകത്ത് എന്തായാലും നല്ല ഇത് അടിയുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും കലങ്ങി അതൊരു സുഖമല്ല. പിന്നെ ഇത് ഞാൻ വീണ്ടും കുറച്ച് തെളിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് മീതെ തെളിയിച്ചെടുത്തിട്ട് അടിയിൽ നിന്നുള്ള മട്ടൻ കളയാറാണ് പതിവ്. കുറേ അങ്ങ് പോവും, കുഴപ്പമില്ല. എൻ്റെ ആവശ്യത്തിനുള്ള സാധനം കിട്ടും. നേരത്തെ പറഞ്ഞു വിളി കൊടുക്കാനില്ലെന്ന്. അപ്പോഴേ ഈ ഒരു കുപ്പി നിറച്ചെടുത്ത് അതിനകത്ത് കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. ക്ഷീണിച്ചേട്ടാ, ഇത് ഈ കലങ്ങി മറിഞ്ഞ് കിടപ്പുണ്ട്. ഇതിനെ തെളിയാൻ വയ്ക്കണമെങ്കിൽ ഒരു 2-3 ദിവസം കഴിയണം. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റെഡിഷ് കളറാണ്. ജ്യൂസ് മുന്തിരിയാണ് കേട്ടത്, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു റെഡ് കളറിലുള്ള ഒരു ബ്രൗണിഷ് റെഡിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ കളറിലുള്ള വൈനാണ് ക്ലിയർ ആകുമ്പോൾ ഉള്ളത്. ബാക്കിയൂടെ അരിച്ചതിന് ശേഷം ഈ വീഡിയോ അവസാനം തന്നെ ക്ലിയർ ആക്കിയ വൈൻ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ പ്രോസസ്സ് ചെയ്ത്
കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച വൈൻ. അത് ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പി നല്ലവണ്ണം തുടയ്ക്കണം. മോൾ വശം എല്ലാം നന്നായിട്ട് തുടച്ച് ഒരു ഇരുട്ട് മുറിയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊരു തുണിയൊക്കെ കൊണ്ട് കവർ ചെയ്ത്, കാരണം ഗ്ലാസ് ബോട്ടിലാണ്, നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കണം. 3 ദിവസം കഴിയുമ്പോൾ ഈ സാധനം തെളിഞ്ഞു വരും, നന്നായിട്ട് തെളിയും. ഇതിപ്പോൾ തെളിയുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇത് ക്ലോസ് ചെയ്യാൻ കാണിച്ചു തരാം. മട്ടിങ്ങനെ അടിഞ്ഞു പോകണം. ഇതിപ്പോൾ ഒരു ചെറിയ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അത് കണ്ട, ഈ മട്ടിങ്ങനെ അടിഞ്ഞ് ഫുള്ള് ഏറ്റവും താഴെ അടിയും. അപ്പോൾ ഈ താഴെ അടിഞ്ഞ വൈൻ കാണണ്ടേ, അത് കാണിച്ചു തരാം. ചെറിയൊരു ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. കണ്ട, ചെറിയ റെഡും. തെറ്റിദ്ധരിക്കരുത്, മദ്യമൊന്നും അല്ല ഈ സാധനം, പക്ക വൈനാണ്. ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. സാധനം ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ മാത്രം പോരാ അല്ലേ, നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഷോട്ട് ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട്, എൻ്റെ അമ്പോ കളറൊക്കെ കണ്ട, ഇങ്ങനെ എടുത്തതാണ്ട ഇങ്ങനെ. എൻ്റെ മോനെ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പൊക്കി പറയണെന്ന് പറയുന്നത്, കിളി പാറുന്ന സാധനം ഇത്. ഒരു രക്ഷയില്ല മോനെ, ക്രിസ്മസിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. പോളി സാധനം, കള്ളം പറയണല്ല, പോളി സാധനം. അപ്പം അടുത്ത് വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.